കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായ ഒരു കേസായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്, അതായത് പാലക്കാട് MLA കേസ്. എന്തായാലും ആ വിഷയത്തിൽ ഒരു നിർണായക വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ഇനി അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നടക്കം പുറത്താക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആയിരുന്നു അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത്. അതേ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയിട്ട് 8ാമത്തെ ദിവസം പിന്നിടുകയാണ്. യാതൊരു തരത്തിലുള്ള സൂചനകളും അന്ന് പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നു. അത് ഇതായിരുന്നു: അദ്ദേഹം ബാംഗ്ലൂരിലുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുണ്ട്, പാലക്കാടുണ്ട്, വയനാടുണ്ട്. ഇത്തരത്തിലുള്ള സൂചനകളായിരുന്നു പോലീസിന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ ബംഗളൂരിൻ്റെ അതിർത്തി പ്രദേശത്ത് അദ്ദേഹം ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രാദേശിക നേതാക്കളാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ സഹായിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഒരു അഭിഭാഷക, ഏത് അഭിഭാഷകയാണെന്ന് വ്യക്തമല്ല, ഒരു അഭിഭാഷകയാണ് ഇദ്ദേഹത്തെ സഹായിക്കുന്നത് എന്നുള്ള വിവരങ്ങളും തന്നെ പുറത്തു വരുന്നുണ്ട്. പിന്നീട് വന്നൊരു വിവരമായിരുന്നു അദ്ദേഹം കീഴടങ്ങുന്നു എന്നുള്ളത്. എന്തായാലും കൂടുതൽ വാദങ്ങളൊക്കെ കോടതിയിൽ പൂർത്തിയാക്കിയതിന് ശേഷം, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വലിയ വാദങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പിന്നീട് പറയുകയുണ്ടായി, കൂടുതൽ വിവരങ്ങൾ ഇനിയും ഹാജരാക്കണമെന്നുണ്ട്, കൂടുതൽ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ, ഓഡിയോ തെളിവുകൾ, ഇതൊക്കെ ഹാജരാക്കണം. അതുകൊണ്ട് തന്നെ വിധി പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നുള്ള ഒരു നടപടി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രോസിക്യൂഷൻ. അതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി പറഞ്ഞിരുന്നത് ഏകദേശം 2:30 മണിയോട് കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു. അപ്പം അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടി പരാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു. 23 വയസ്സുള്ള, സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വളരെ ക്രൂരമായി ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുള്ളൂ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ ആ തെളിവുകളും കൂടി ഹാജരാക്കുകയും ചെയ്തു. ആ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തെളിവുകളൊക്കെ നോക്കിയാണ് ഇപ്പോൾ ജഡ്ജി വിധി പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്തായാലും എല്ലാ പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അതായത് കോൺഗ്രസിൽ നിന്ന് തന്നെ, കോൺഗ്രസിലെ പല നേതാക്കൾക്കും, അതായത് സ്ത്രീകൾക്ക് വളരെ മോശം രീതിയിൽ രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും കോൺഗ്രസിൽ അദ്ദേഹം ഇനിയില്ല. പാലക്കാട് MLA ആയി തുടരണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ പിടികൂടും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് അടക്കം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ബാംഗ്ലൂർ ക്രമീകരിച്ച് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ്. എന്തായാലും ഉടൻ തന്നെ പിടികൂടും എന്നുള്ള വിവരങ്ങളടക്കം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പുതിയൊരു കേസ് കൂടി ഫയൽ ചെയ്തതിന് ശേഷം അതിലും കൂടുതൽ കടുത്ത രീതിയിലുള്ള FIRകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നൊരു പെൺകുട്ടിയുടെ മൊഴിയടക്കം പോലീസ് എടുക്കുമെന്നുള്ള കാര്യങ്ങളും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുലിന് ഇനി ഒളിവിലേക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള തെളിവുകൾ കൊണ്ട് പോലീസ് അദ്ദേഹത്തെ പൂട്ടിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക്, അതായത് കോൺഗ്രസിലേക്ക് ഇനി ഒരു തുടർച്ചയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.